എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ബാങ്ക് മസ്കത്ത് ആപ്പിൽ നിന്നും ഇന്ത്യയിലോട്ട് എങ്ങനെ പണം ട്രാൻസ്ഫർ ചെയ്യാമെന്നും അതിന് എത്ര ചാർജ് വരുമെന്നാണ് ഇന്ന് നോക്കുന്നത്. അതിനായി നമ്മുടെ ഡിവൈസിൽ ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മൾ യൂസർ ID പാസ്വേഡ് വെച്ചോ അല്ലെങ്കിൽ ഫിംഗർ പ്രിൻ്റ് വെച്ചോ നമ്മൾ അത് ലോഗിൻ ചെയ്യണം. ഞാനിവിടെ ഫിംഗർ പ്രിൻ്റ് വെച്ചാണ് ലോഗിൻ ചെയ്യുന്നത്. യൂസർ നെയിം പാസ്വേഡ് ഉള്ളവർ അത് വെച്ച് ലോഗിൻ ചെയ്യുക. അങ്ങനെ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഹോം പേജിലേക്ക് എത്തും. അവിടെ നമ്മൾ നെയിം, അക്കൗണ്ട് നമ്പർ, ബാലൻസ്, ട്രാൻസാക്ഷൻ ഹിസ്റ്ററി, നമ്മളെ അക്കൗണ്ട് സെറ്റിങ്സ്, ട്രാൻസ്ഫർ, ബില്ല് എന്ന് ഒക്കെ കാണിക്കും. അതിൽ നമ്മൾ ട്രാൻസ്ഫർ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ട്രാൻസ്ഫർ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ അടുത്ത പേജിലേക്ക് എത്തും. അവിടെ നമുക്ക് കാണിക്കും വിത്തിൻ ഓൺ അക്കൗണ്ട്, വിത്തിൻ ബാങ്ക് മസ്കത്ത് അക്കൗണ്ട്, വിത്തിൻ ഒമാൻ, സ്പീഡ് ട്രാൻസ്ഫർ, ഇൻ്റർനാഷണൽ ഫണ്ട് ട്രാൻസ്ഫർ, മൊബൈൽ പേയ്മെൻറ്റ്, ഇങ്ങനെയുള്ള ട്രാൻസാക്ഷനുകളൊക്കെ കാണിക്കും. അതിൽ നമ്മൾ സ്പീഡ് ട്രാൻസ്ഫർ എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഒരു പേജിലേക്ക് എത്തും. അവിടെ നമുക്ക് ഓരോ കൺട്രികൾ കാണിക്കും. ഇന്ത്യ, പാകിസ്ഥാൻ, ഫിലിപ്പൈൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, ഈജിപ്ത് എന്നിങ്ങനെയുള്ള കൺട്രികളുടെ പേര് അതിൽ കാണിക്കും. അതിൽ നമ്മൾ ഇന്ത്യ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത പേജിലേക്ക് എത്തും. അവിടെ നമുക്ക് ഇങ്ങനെ കാണിക്കും മേക്ക് എ ട്രാൻസ്ഫർ, ആഡ് ന്യൂ ബെനിഫിഷ്യറി, മാനേജ് ബെനിഫിഷ്യറി, ട്രാൻസാക്ഷൻ ഹിസ്റ്ററി, സ്റ്റാൻഡിംഗ് ഓർഡർ, എക്സ്ചേഞ്ച് റേറ്റ് കാൽക്കുലേറ്റർ. അതിൽ നമ്മൾ ഇതിൽ ട്രാൻസ്ഫർ ചെയ്യാൻ അക്കൗണ്ട് നമ്പർ ആഡ് ബെനിഫിഷ്യറി ചെയ്യേണ്ടതുണ്ട്. അത് എങ്ങനെ എന്നുള്ളൊരു വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഈ വീഡിയോയുടെ താഴെ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. ആവശ്യമുള്ളവർ അത് പോയിട്ട് കാണുക. അങ്ങനെ നമ്മൾ ബെനിഫിഷ്യറി ചെയ്ത നമ്മളെ അക്കൗണ്ട് നമ്പറുകൾ മാനേജ് ബെനിഫിഷ്യറി എന്നുള്ളതിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അങ്ങനെ നമുക്ക് ബെനിഫിഷ്യറി ചെയ്ത അക്കൗണ്ട് നമ്പറുകൾ ഇതിൽ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ തിരിച്ച് ബാക്ക് വന്നാൽ നമുക്ക് അതിൽ മേക്ക് എ ട്രാൻസ്ഫർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. മേക്ക് എ ട്രാൻസ്ഫർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഒരു സെക്യൂരിറ്റി അലേർട്ടിൻ്റെ ഒരു പേജ് വരും. അതിൽ നമ്മൾ പ്രൊസീഡ് കൊടുക്കുക. അതിൽ പ്രൊസീഡ് കൊടുക്കുമ്പോൾ നമ്മൾ ഇതിൽ ബെനിഫിഷ്യറി ചെയ്ത പേജിലേക്ക് എത്തും. അതിൽ നമുക്ക് ആവശ്യമുള്ള അക്കൗണ്ട് ഏതാണോ, പേര് ഏതാണോ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ അക്കൗണ്ട് നമ്പറും അയക്കേണ്ട ആളുടെ പേരും അക്കൗണ്ട് നമ്പറും ബാങ്കും കൺട്രിയും ഏതാണെന്നുള്ളത് അതിൽ കാണിക്കും. തുടർന്ന് നമ്മൾ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്താൽ നമ്മൾ അയക്കേണ്ട മോഡാണ് കാണിക്കുന്നത്. അതായത് നെഫ്റ്റ് വഴിയോ IMPS വഴിയോ ആണെന്നാണ് ചോദിക്കുന്നത്. നെഫ്റ്റ് വഴി നമുക്ക് 1,500 ചാർജ് വരുന്നത്. അതായത് ഒമാൻ റിയാൽ 1 റിയാൽ 500 പൈസ വരും. IMPS വഴി ആണെങ്കിൽ 2 റിയാൽ 2 റിയാൽ ചാർജ് വരും. ഞാനിവിടെ നെഫ്റ്റ് വഴിയാണ് സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ നെഫ്റ്റ് എന്നുള്ള ആ ആരോ മാർക്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എമൗണ്ട് ടൈപ്പ് ചെയ്യാനുള്ള ഒരു പേജിലേക്ക് എത്തും. അവിടെ നമ്മൾ എമൗണ്ട് ടൈപ്പ് ചെയ്യുക. തുടർന്ന് നമ്മൾ പർപ്പസ് എന്താണോ അത് സെലക്ട് ചെയ്ത് റിമാർക്ക് ടൈപ്പ് ചെയ്ത് കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ കൊടുത്ത എല്ലാ ഡീറ്റെയിൽസുകളും ഉൾപ്പെടുന്ന ഒരു പേജിലേക്ക് നമ്മൾ എത്തും. ഇവിടെ നമ്മുടെ പേരും അക്കൗണ്ട് നമ്പറും
അയക്കുന്ന ആളുടെ പേരും ബാങ്കും അക്കൗണ്ട് നമ്പറും എമൗണ്ടും ചാർജും എത്രയാണ് ട്രാൻസ്ഫർ ചാർജ് എന്നുള്ളതെല്ലാം അവിടെ കാണിക്കും. ഓക്കെ ആണെങ്കിൽ കൺഫേം എന്നുള്ള ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു നമ്മളുടെ ഈ ബാങ്ക് മസ്കത്തിൽ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്താൽ നമ്മളുടെ ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ ആകുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബാങ്ക് മസ്കത്തിൻ്റെ ആപ്പിൽ നിന്നും എങ്ങനെ ഒമാനിലെ മറ്റൊരു ബാങ്കിലേക്ക് പണം അയക്കാമെന്നും മൊബൈൽ ട്രാൻസ്ഫർ ചെയ്യാമെന്നുള്ള 2 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇതിൻ്റെ ലിങ്കിൽ ഇതിൻ്റെ വീഡിയോയ്ക്ക് അടിയിൽ ഞാൻ കൊടുക്കുന്നതാണ്. ആവശ്യമുള്ളവർ പോയി കാണുക. താങ്ക് യു. ബൈ.